ഉദാഹരണം ഗുരുവായൂരിൽ നിന്ന് വരുന്നുണ്ട്. ഗുരുവായൂരിൽ ലീഡ് UDF ഉയർത്തുകയാണ്. 20 കൊല്ലത്തിന് ശേഷം അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥി എന്നാലും ഗംഭീരമായിട്ട് 20 വർഷത്തിന് ശേഷം അവിടെ വരുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥി വെച്ചൊരു മുസ്ലിം സ്ഥാനാർത്ഥി അങ്ങനത്തെ പറഞ്ഞു വരുന്നു. ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു MLA ഇല്ല എന്ന് പറഞ്ഞ് ഈ തവണത്തെ ഇലക്ഷനിലെ ഒരു വർഗീയമായിട്ട് മലീമസമാക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ് BJPയുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ ചിങ്ങാതി അത് പറഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ കേരളം എല്ലാവരും കൂടി അതിന് പ്രതിഷേധം അറിയിച്ചു. ചാനലുകൾ മുഴുവൻ അതിന് ഗംഭീരമായിട്ട് പ്രതിഷേധിച്ചു. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്തൊരു ലീഡിൽ അവിടെ ലീഗ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ആ ഒരു വിഷവാക്കുകളൊന്നും ആ നാട്ടിലത്തെ ആളുകളേക്ക് ഏറ്റിട്ടില്ല, അല്ലെങ്കിൽ അത്തരം വിഷങ്ങളൊന്നും ഏൽക്കുന്ന നാടല്ല ഗുരുവായൂർ എന്നുകൂടി മനസ്സിലാക്കണം. നമ്മൾ ഈ ഗുരുവായൂർ എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് ഈ അമ്പലവും അതിൻ്റെ ചുറ്റുമുള്ള ഒരു 100 മീറ്റർ സ്ഥലം മാത്രമാണെന്നാണ്. അല്ല, ചാവക്കാട് അടക്കമുണ്ട്. ഏകദേശം മുസ്ലിം ഭൂരിപക്ഷ ചില പ്രദേശങ്ങളടക്കമുള്ളൊരു മണ്ഡലമാണ് ഈ ഗുരുവായൂർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ബാക്കി കേൾക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം കൂടി ഉണ്ട്. നേതൃത്വത്തിലേക്ക് വരികയാണ്, മേൽക്കൈ കിട്ടുകയാണ്. 20 കൊല്ലത്തിന് ശേഷമാണ് ഈ ഗുരുവായൂരിൽ. എന്തുകൊണ്ടാണ് ഈ ഒരു ശബരിമല ഇരിക്കുന്ന റാന്നിയില് ഒരു BJPയുടെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ പോലും മത്സരിപ്പിക്കാതിരുന്ന BJPയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ചോദിച്ചത് ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് ഒരു ഹിന്ദു MLA വേണ്ടേ എന്ന്. എങ്ങനെയുണ്ട് റാന്നി ആ ഭാഗത്താണ് നമ്മുടെ ശബരിമല എടുക്കുന്നത്. ഇന്ന് അവിടെ മത്സരിപ്പിക്കണ്ടേ ഒരു ഹിന്ദുവിനെ? അത് മത്സരിപ്പിച്ചിട്ടില്ല, മനസ്സിലാക്കണം. അപ്പം ഇവർ കൃത്യമായിട്ട് ചില ഇടങ്ങളിൽ വർഗീയപരമായിട്ടുള്ള ചില ചേരിതിരിവുകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഗോപാലകൃഷ്ണൻ അടക്കുന്ന ആളുകൾ ശ്രമിച്ചു എന്നുള്ളതാണ്. വേറെ ഒന്നും അതിൻ്റെ അപ്പുറത്ത് പറയാനില്ല. അവിടുത്തെ ജനങ്ങൾ ഉത്തരം നൽകുന്നത് തിരിച്ചാണ്. അതാണ് കേരളം എന്നും മറുപടി കേരളത്തിന്റെ ജനം കൊടുക്കുന്നുണ്ട്. ഈ ജാതി മതം പറഞ്ഞിട്ടുള്ള കളി ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്തണ്ട എന്ന വ്യക്തമായ ഒരു ഉത്തരമാണ് കേരള ജനത നടത്തുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടമായി. ഏഷ്യാനെറ്റ് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സംഗതി പെട്ടെന്ന് പറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ ഇതിനെല്ലാവരും മുക്കിപ്പോയനെ. ഈ ഒരു UDFൻ്റെ ഒരു വലിയ വിജയത്തിനിടയ്ക്ക് ഗോപാലകൃഷ്ണൻ്റെ അത്തരം ഒരു വർഗീയ വർത്തമാനത്തെ ആ നാട്ടുകാർ ശക്തമായി തന്നെ തള്ളിക്കളഞ്ഞു എന്നൊരു സംഗതിയില്ലേ. അപ്പോൾ അതെല്ലാവരും മുക്കിക്കളഞ്ഞു. പക്ഷെ അത് മുക്കിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എന്തായാലും കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു എലക്ഷൻ ശശികല ടീച്ചർ അടക്കമുള്ള ടീച്ചർ എന്ന് പറയാൻ പാടില്ല, KP ശശികല അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത് ഇനി UDF വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണത്തിൻ്റെ ഒരു തലപ്പ്, അതിൻ്റെ തല മിക്കവാറും മുസ്ലിം ലീഗിൻ്റെ കയ്യിലാവും. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മാപ്പിളാരുടെ കയ്യിലാവും, മുസ്ലിങ്ങളുടെ കയ്യിലാവും. അത് വലിയ അപകടം ഉണ്ടാക്കും. ഇനിയിപ്പോൾ ആഭ്യന്തരം മിക്കവാറും മുസ്ലിം ലീഗ് കൊണ്ടുപോകും, അതും ഭയങ്കര അപകടം ഉണ്ടാക്കും എന്നീ തരത്തിലുള്ള ഒരുപാട് വർത്തമാനങ്ങളൊക്കെ ശശികല അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടാണ് ഈ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് വൃത്തികേടുകളൊക്കെ പറയാനുള്ള കാരണം ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു മതേതരത്വ സംസ്ഥാനമാണ്. UDF ആണ് ജയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും UDFിനൊപ്പം ലീഗുണ്ട്, മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിനെ ആ ഒരു പേരുണ്ട് വിചാരിച്ചിട്ട് അതൊരു മതപാർട്ടിയാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നതോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരുപക്ഷെ അവരവരെ മതത്തെ മുറുകെ പിടിക്കുന്നതായിരിക്കും, മത ആശയത്തെ മുറുകെ പിടിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാനുള്ളത് ചെയ്യും എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കോൺഗ്രസിനെ പോലല്ല. അത് ആ വയനാട് നമുക്ക് തെളിഞ്ഞതാണ്. വയനാട് അവർ പറഞ്ഞ വീട് അവർ കെട്ടിക്കൊടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ കോൺഗ്രസിനിപ്പോൾ അങ്ങനെ കെട്ടിക്കൊടുത്താലും കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കോൺഗ്രസ് അവിടെ വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ നാളെ മറ്റന്നാൾ വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ആ വീട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അതൊന്നും അവർക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് കോൺഗ്രസ്സിനുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര പ്രിവിലേജുള്ളൊരു പാർട്ടിയാണ്. വയനാട് വീട് വെച്ച് കൊടുത്തിട്ടില്ല, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവർ 5 ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര KSRTCയിൽ നടക്കാൻ പോണില്ല. ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. കോൺഗ്രസ്സിനോട് ആരോടും അത് ചോദിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ ചുമ്മാ ചോദിച്ചു എന്നൊക്കെ വരും. എന്നാലും ഒരു കാര്യമില്ല, അവർ പോയി വഴി പണയൊക്കെ നിങ്ങൾ വേറെ വല്ല കാര്യം നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധവുമായിട്ട് കോൺഗ്രസ്സുകാർ പോലും, ഇനിയിപ്പോൾ അവർക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാർ സ്ത്രീകളടക്കം പോലും അത് ചോദ്യം ചെയ്യില്ല. പിന്നെന്താ 5 ലക്ഷം വരെ പലിശരഹിത വായ്പ പറഞ്ഞിട്ടുണ്ട് യുവാക്കൾക്ക്, സംരംഭങ്ങൾക്ക്. കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പിടുത്തൊന്നുമില്ല, കിട്ടാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ അടുത്തത് 25 ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കും ഉമ്മൻചാണ്ടിയുടെ പേരിൽ. ഇത് നടക്കുമോ?
ഞാൻ പറയുകയാണെങ്കിൽ നടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അതിനൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കുക. പിന്നെന്താണ്, 3000 രൂപ അടുത്ത മാസം മുതൽ പെൻഷൻ കൊടുക്കുന്നതാണ്. കിട്ടിയാൽ കിട്ടി, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് വോട്ട് കിട്ടും. കുട്ടി സിദ്ദീഖിന് വയനാട് കഴിഞ്ഞ തവണ 4500 അങ്ങോട്ടൊക്കെയാണ് ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 45,000 അദ്ദേഹം ഉയർത്തിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതും ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയില്ലേ, ആ പദ്ധതിക്ക് നിൽക്കുന്ന സ്ഥലത്താണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. എന്നിട്ട് പോലും ആ നാട്ടിലത്തെ ആൾക്കാർ ടി സിദ്ദീഖിനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അവിടെ ഈ ടൗൺഷിപ്പ് പണിതുകൊണ്ടും അല്ലെങ്കിൽ ടൗൺഷിപ്പ് പണിയുന്നത് കൊണ്ടുള്ള ഒരു മെച്ചവും ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുള്ള 5 വർഷം നമ്മൾ കണ്ടറിയുക തന്നെ വേണ്ടി വരും. ബൈ.